കന്യാകുമാരി ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള കുളച്ചിലിനു സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മണ്ടയ്ക്കാട് ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രം. കടൽ തീരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സന്ദർശിക്കുവാൻ കേരളം, തമിഴ്നാട് എന്നീയിടങ്ങളിൽ നിന്ന് നിരവധി വിശ്വാസികൾ എത്താറുണ്ട്. ഈ പുണ്യതറയിൽ വാഴുന്ന മണ്ടയ്ക്കാട്ടമ്മയെ ആരാധിക്കുന്ന കുറേയധികം വിശ്വാസികൾ വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കടയ്ക്കാവൂർ റൂട്ടിൽ 6 കിലോമീറ്റർ കടന്ന് കല്ലുമലക്കുന്ന് എന്ന ദേശത്ത് താമസിക്കുന്നുണ്ട്. എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ പൊങ്കൽ മഹോത്സവത്തിന് ഈ ദേശത്ത് ഒരുപാട് വിശ്വാസികൾ പെരുവഴിയിൽ ഭഗവതിക്ക് വേണ്ടി പൊങ്കാല അർപ്പിക്കുന്നു. അതിനൊരു കഥയുണ്ട്. എന്താണ് ആ ആചാരങ്ങൾ എന്ന് നമുക്ക് നേരെ കണ്ടെത്താം. कमलायतलोचनलोकपते विजयी भव वेङ्कटशैलपते कमलाकुचचूचुककुङ्कुमतो नियतारुणितातुलनीलतनो അപ്പനെന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത്. അപ്പനും ഇവരെല്ലാരും കൂടെ ചേർന്ന് ഈ ഒരു പടുക്ക അമ്മച്ചിക്ക് വേണ്ടി ഒരു പടുക്ക ഈ പെരുവഴിയിൽ വെച്ച് നടത്തി. അത് എന്നാ മണ്ടയ്ക്കാട്ട് അമ്മച്ചിയുടെ 4ാമത്തെ കൊടയിറന്ന്, അവിടുത്തെ 4ാമത്തെ കൊടയിറന്നാണ് ഇവിടെ ഈ വെച്ച് ഈ വിളക്കും പടുക്കയും പറഞ്ഞു. അങ്ങനെ അത് ചെയ്ത് ഇത്രയും വർഷം കൊണ്ട് അത് നടത്തിക്കൊണ്ട് വരും. ചിക്കൻ പോസ് വന്നതിന് ശേഷമാണ് ഇത് ഇങ്ങനെ വെച്ച് നടത്തുന്നത്. പണ്ട് ഇവിടെ അമ്മച്ചിരിയൊക്കെ കൊച്ചു നാളില് മണ്ടയ്ക്കാട്ട് അമ്മച്ചിര പടുക്കയും വിളക്കും നടത്താൻ കാര്യമെന്ന് വെച്ചാൽ പണ്ട് ഇവിടെ ഒരു മാരണം വന്നിട്ടുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ വസൂരി വന്ന് ഈ നാട്ടിലുള്ള ഒരുപാട് ജനങ്ങൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മച്ചിര അപ്പനും അവന് വേണ്ടപ്പെട്ടുന്ന ആളുകളെല്ലാവരും കൂടെ കൂടി മണ്ടയ്ക്കാട്ട് അമ്മച്ചിരടുത്ത് തൊഴുത് കരഞ്ഞ് പറഞ്ഞ് ഈ പെരുവഴിയിൽ പടുക്കയും വിളക്കും അമ്മച്ചിക്ക് അവിടെ 4ാമത്തെ കുട ഇറങ്ങുന്ന സമയത്ത് മണ്ടയ്ക്കാട്ട് അമ്മച്ചിര് 4ാമത്തെ കുട ഇറങ്ങുന്ന സമയത്ത് ഇവിടെ പടുക്കയും വിളക്കും വെച്ച് നടത്തിക്കൊള്ളാമെന്ന് നേർച്ച കൊടുത്ത് ആ നേർച്ച അന്ന് മുതൽ ഇപ്പോഴും ഓരോ മുടക്കമില്ലാതെ ഓരോ വർഷവും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ 4ാമത്തെ കുട അമ്മച്ചിക്ക് അവിടെ ഇറങ്ങുന്ന സമയത്ത് 12 മണിക്ക് ഇവിടെ വിളക്കും പടുക്കയും കൊടുക്കുകയും എല്ലാം ഇവിടെ തീരും. ആ രീതിയിലാണ് ഇപ്പോഴും വെച്ച് നടത്തിക്കൊണ്ട് വരുന്നത്. എന്ന് വെച്ചാൽ കരിയില തൂത്ത് കൂട്ടി അന്ന് വെട്ടവും വെളിച്ചം ഇല്ലാത്ത സമയത്ത് തൊട്ട് തുടങ്ങിയതാണ്. കരിയില തൂത്ത് കൂട്ടി അതിൽ ഒരേ കൂന കൂട്ടിയിട്ടിരിക്കുന്ന അതിൽ തീ വറ്റിച്ചാണ് അവർ ആ വെളിച്ചത്തിന് നോക്കിയത്. പിന്നെ അതിൽ തീർന്നൊരു കാശ് ലൈറ്റ് കഴിച്ച് അതിൻ്റെ സമയമായപ്പോഴും അങ്ങനെയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പം ഈ വെട്ടവും വെളിച്ചവും ഈ കറണ്ട് എല്ലാ കാര്യങ്ങളും ആയ. അപ്പം ഇത് നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ട് വരും. ഇപ്പം നമ്മളെ കൊച്ചുങ്ങളെല്ലാവരും ചേർന്ന് എല്ലാ സ്ഥലത്തും പോയി പിരിച്ചു കൊണ്ടുവന്ന് നമ്മളത് ഭംഗിയായിട്ട് ഇപ്പോഴും ഒരേ നടത്തിക്കൊണ്ട് വരും. എൻ്റെ അച്ഛൻ്റെ ആൾക്കാർ ഇതേപോലെയാണ്. അവർ ഈ മണ്ടയ്ക്കാട്ട് പോക്കെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്.
അതൊക്കെ കണ്ട് വളർന്നാണ് ഞങ്ങൾ. എൻ്റെ അമ്മയുടെ നാടാണിത്. എൻ്റെ അച്ഛൻ്റെ നാട്ടിലെ കാര്യമാണ് മുമ്പേ ഞാൻ പറഞ്ഞത്. എൻ്റെ അമ്മയുടെ നാട്ടിൽ വന്നപ്പോൾ ഇവിടെയും അതേപോലെയാണ്. എന്നെ കല്യാണം കഴിച്ച് നാവായിക്കുളത്ത് കൊണ്ടുപോയി. ഇവിടുത്തെ പടുക്കയിലന്ന് ഞാൻ അങ്ങനെ എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ഇവിടെ വരും. ഒരു ദിവസം ഈ റോഡിൽ വന്ന് എൻ്റെ കൊച്ചുങ്ങളെയും കൊണ്ടിട്ട് ഉറക്കമൊഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അത് ഇന്നും വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് വെട്ടവും വെളിച്ചവും എല്ലാം ഉണ്ട്. അതിനൊന്നും ഒരു കുറവുമില്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആരും ഒരു പ്രശ്നവും ഒരു വഴക്കും ഒന്നുമില്ല. കാരണം എല്ലാവരെയും ആവശ്യമാണ്. കാരണം അമ്മേരെ പൊങ്കാലയും വിളക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും പേരുവിരൽ തൊട്ട് വിറയ്ക്കും. എല്ലാവർക്കും രോമാഞ്ചം കൊള്ളും. ആ 12 മണി സമയത്ത് അമ്മേരെ പടുത്ത സമയത്ത് സമയം നേരെ ഞാൻ ഈ സ്ഥലക്കാരനല്ല, ഈ മണ്ണിലുള്ളതല്ല. എൻ്റെ സ്ഥലം പടിഞ്ഞാറും ഭാഗത്താണ്. ആ പടിഞ്ഞാറും ഈ കിഴക്ക് ഭാഗത്തുമായിട്ട് വലിയ വ്യത്യാസമില്ല. ഒരു വിളിക്കപ്പാടുള്ള മുറിയേ ഉള്ളൂ. അപ്പം അന്ന് ഇന്നും ഒരേ രീതിയിൽ ഇവിടുത്തെ സംഭവങ്ങളും അവിടുത്തെ സംഭവങ്ങളും എല്ലാം എനിക്കറിയാം. എൻ്റെ നിന്നുള്ള തലമുറത്തോരൊക്കെ ഇന്ന് എൻ്റെ അറിവിൽ ആരുമില്ല. പറയാനല്ലേ, ഇവിടെയില്ല അവിടെയില്ല. എന്തോ ഒരു സൗഭാഗ്യം എന്നേ എനിക്ക് പറയാനൊക്കില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും എനിക്ക് ബോധമുണ്ടെങ്കിൽ സംസാരിക്കാൻ എനിക്കറിയാം. അപ്പോൾ അതനുസരിച്ച് ഞാൻ പറയുന്നു. അത് തെറ്റാ ശരിയാന്നുള്ള ഇപ്പോഴുള്ള കുട്ടിയൊക്കെ അറിഞ്ഞുക. ശരിയുള്ള വാക്കുകൾ നടന്നിട്ടുള്ള കാലങ്ങളുണ്ട്. ഏത് വലിയവനും വന്ന് അവിടെ വീഴാന്ന് പറഞ്ഞാൽ നിൽക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം മാറി മറിഞ്ഞു പോയി. ഇപ്പം വളർന്നു വരുന്ന മക്കൾ എങ്ങനും ഒരു പിടിയില്ലാത്ത ഓരേത് ഇതിനൊരു മാനായിട്ടുണ്ടെങ്കിലും ഒരു ശക്തി ഉണ്ടാവുന്നു. அம்மாதேவி மண்டை கட்டம்மா பகவதியே பகவதி அன்போடங்களை ஆதரிப்பாய் பகவதியே பகவதி உன் திரு கோவிலிலே கும்பிட கூடி வந்தோம். நின் திரு நாமத்தையே நித்தமும் பாடி வந்தோம். காத்திடுவாயம்மா தேவி, எல்லாம் பார்த்திடுவாயம்மா தேவி. அலையாடிடும் கடலின் ஓரம் விளையாடிடும் அம்மா தேவி. அம்மா தேவி மண்டை கட்டம்மா பகவதியே பகவதி அன்போடங்களை ஆதரிப்பாய் பகவதியே பகவதி. கையெடுத்து அம்மா தீவினை அறுப்பாள். தேடி வந்தோர்க்கு அம்மா கேட்டதை கொடுப்பாள். நெய் விளக்கேற்றி உன்னை நெஞ்சினில் நினைத்தாள். பஞ்சினை போல பாவம் பறந்திட செய்வாய். ஜெய 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 தேவியே பகவதி அம்மா. ஹர 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 சங்கரி முகமதில் உன் மூக்குத்தி ஜொலிக்குது அம்மா. அகமதியம் எண்ணங்கள் பலிக்குது அம்மா. பகவதியே பகவதியே அருளை வாரி கொடுத்திடம்மா. அம்மா தேவி மண்டை
മണ്ടൈക്കാട്ടമ്മ ഭഗവതിയേ ഭഗവതി ഭഗവതിയേ ഭഗവതി അൻപോടെങ്ങളെ ആദരിപ്പായി ഭഗവതിയേ ഭഗവതി ഭഗവതിയേ ഭഗവതി கொம்புடன் தேங்காய் நேரில் எங்கு காணலாம் மண்டைக்காட்டுக்கு வந்தால் கண்டு கொள்ளலாம் பௌர்ணமி நாளில் எந்த கோவில் போகலாம் மண்டைக்காட்டிலே சென்று அம்மனை கொடலாம் செவ்வரளி மாலைகள் தொங்குது பாரு அடுப்பு மேலே பொங்கலும் பொங்குது பாரு தேவி முன்னே பக்தரின் கூட்டத்தை பாரு தேகம் மொத்தம் நடுங்கிடும் வெடி வழிபாடு பகவதியே பகவதியே மண்டை காட்டு அதிபதியே அம்மா தேவி மண்டை காட்டம்மா பகவதியே பகவதி ഭഗവതിയേ ഭഗവതി அன்போடெங்களை ஆதரிப்பாய் பகவதியே பகவதி ഭഗവതിയേ ഭഗവതി உன் திரு கோவிலிலே கும்பிட கூடி வந்தோ ദേവി நின் திரு நாமத்தையே நித்தமும் பாடி வந்தோ ദേവി காத்திடுவாய் அம்மா தேவி எல்லாம் பார்த்திடுவாய் அம்மா தேவி കാത്തിടുവായമ്മ ദേവി എല്ലാം കാത്തിടുവായമ്മ ദേവി அலையாடிடும் கடலின் ஓரம் விளையாடிடும் அம்மா தேவி അലയാടിടും കടലിൻ ഓരം വിളയാടിടും അമ്മ ദേവി அம்மா தேவி மண்டை காட்டம்மா பகவதியே பகவதி ഭഗവതിയേ ഭഗവതി அன்போடெங்களை ஆதரிப்பாய் பகவதியே பகவதி ഭഗവതിയേ